നമ്മൾ ഈ റിമ്മർ ഉപയോഗിച്ചേ, ഇതുപോലത്തെ റിമ്മറൊക്കെ ഉപയോഗിച്ച്, ഇതൊരു പഴയ റിമ്മറാണ്, ഇത് ഉപയോഗിച്ച് നമ്മൾ ഇത് അഴിക്കുമ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡുണ്ട്. എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചോണം, ഈ രണ്ട് സൈഡുണ്ട്. ചിലർ നമ്മൾ ഇങ്ങനെ ഇട്ട്, അതായത് നമ്മുടെ ഇങ്ങനെ ഇടും, ഈ സൈഡ് അകത്തോട്ടിടും, ഈ സൈഡ് ഇടും. ഇതിൻ്റെ യഥാർത്ഥ സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മൊട്ടുള്ള വശമില്ലേ, ഈ മൊട്ടുള്ള വശം ഇങ്ങനെ ഇട്ട് അകത്തോട്ടിട്ടേ നമ്മൾ അഴിക്കാവുള്ളൂ. കാരണം ഇതിങ്ങനെ കയറി അഴിയുമ്പം ഒരു കാരണവശാലും അടിപ്പീസ് നമുക്ക് കീറിപ്പോകത്തില്ല. ഇതുകൊണ്ട് ഇങ്ങനെ നമ്മളിപ്പോൾ അഴിക്കണമെന്നുണ്ടെങ്കിൽ ഇത് അകത്തോട്ട് ഇങ്ങനെ കയറ്റിയിടാം, മൊട്ടുള്ള സൈഡ്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വേണം ഇത് തള്ളാൻ. കണ്ടോ, ഇങ്ങനെ എത്ര ടൈറ്റുള്ള ഇത് സ്റ്റിച്ചും നമുക്ക് ധൈര്യമായിട്ട് അഴിക്കാം. കാരണം ഇതിങ്ങനെ നമ്മൾ അഴിക്കുമ്പം ഇതിൻ്റെ ഈ വശം മേളിലോട്ട് തള്ളും, ഈ സൈഡ് താഴോട്ടും തള്ളും. അപ്പോൾ ഒരു കാരണവശാലും ഈ അടിപ്പീസ് എത്ര നമ്മൾ ശക്തമായിട്ട് വലിച്ചാലും കീറത്തേയില്ല. അതിനാണ് ഈ സിസ്റ്റം വെച്ചിരിക്കുന്നത്. സാധാരണയുള്ള ആരും നമുക്കങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞു തരത്തില്ല. നമ്മൾ സാധാരണ ഹിന്ദിക്കാരൊക്കെ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ അവരുടെ ലാംഗ്വേജ് നമുക്ക് മനസ്സിലാകത്തില്ല. ഈ തരുന്നവർ നമ്മളെ എന്നാ കാണിക്കും, ഇങ്ങനെ ഇട്ട് ഇങ്ങനെ അഴിച്ചാൽ മതി എന്ന് പറയും. ഒരു കാരണവശാലും അതിൻ്റെ കമ്പനിയിലോ അതിൻ്റെ നിർമ്മാതാക്കളുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിട്ട് ഇതിൻ്റെ തിയറി എങ്ങനെയാണ് അഴിക്കാൻ ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷമുള്ളൂ നമ്മൾ ഈ വീഡിയോ ചെയ്യാവുള്ളൂ. കാരണം നമ്മളൊരു ഷോർട്ട് വീഡിയോ ചെയ്താലും മറ്റുള്ളവർക്ക് നമുക്ക് മനസ്സിലാക്കണം. കാര്യം 50 രൂപയിൽ താഴെയുള്ളൂ. പക്ഷേ ഇത് നമുക്ക് 5000 രൂപയുടെ ഉപകാരം വരെ തയ്യൽ ജീവിതത്തിൽ ചെയ്യും. നമുക്ക് പെട്ടെന്നൊന്ന് അഴിക്കണമെങ്കിൽ വന്നാലൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഇതിങ്ങനെ അകത്തോട്ട് കയറിയിടുക. ഇതുകൊണ്ടോ എത്ര ജുക്കി മെഷീന് ടൈറ്റ് സ്റ്റിച്ചാണെങ്കിൽ പോലും ഇത് പതുക്കെ അഴിഞ്ഞു പോകും. ഇനി ഇതുപോലെ കട്ടിയുള്ള വരുമ്പോഴത്തേനും നമുക്ക് പതുക്കെ കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് തള്ളിയാൽ മതി. ഇങ്ങനെ തള്ളിയാൽ ഇത് വിട്ടുപോകും. അങ്ങനെയാണ് ഇതിൻ്റെ നിർമ്മിച്ചിരിക്കുന്നത്. ഇതകത്ത് എപ്പോഴും പറയാം, മുട്ട അകത്തോട്ട് ഇട്ടിട്ട് തള്ളുക. പിന്നെ ഉണ്ട് നമ്മൾ ഈ ബട്ടൺ ഹോൾ കീറാനായിട്ട് ഇത് ഉപയോഗിക്കും. ബട്ടൺ ഹോൾ കീറാൻ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് അറിയോ, ഇത് ഇങ്ങനെ പിടിച്ച് കയറണം. ഈ ബട്ടൺ ഹോള് ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ബട്ടൺ ഹോൾ ചിലപ്പോൾ നമ്മുടെ ചെറിയ മെഷീനിൽ അടിക്കുമ്പം ഈ ബട്ടൺ ഹോൾ കീറാൻ നേരം ഇത് നേരെ തിരിച്ച് പിടിക്കണം. ഇതകത്തോട്ട് ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ കീറും. ഇങ്ങനെ കീറുന്നത് എങ്ങനെയാണ്, ഈ മുട്ട് വരേ ഉള്ളൂ കീറാവുള്ളൂ. അതിനാണ് ഈ മുട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മളിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ കയറുമ്പോൾ ഇങ്ങനെ ഈ മുട്ട് വരെ കയറും. അപ്പോൾ ഇത് കൂടുതൽ കീറിപ്പോകട്ടെ. അങ്ങനെ രണ്ട് ഉപയോഗം. ഒന്ന് ബട്ടൺ ഹോൾ കീറുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് ഈ റെഡ് മുട്ട് വരെ കൊണ്ട് നിർത്തിയേക്കണം. രണ്ടാമത് നമ്മൾ അഴിക്കാൻ പോകുമ്പോൾ എന്താണ് ചെയ്യുക, നമ്മൾ അഴിക്കാൻ പോകുമ്പോൾ ഈ മുട്ട് വശം അടിയിലോട്ടിട്ടിട്ട് ഇങ്ങനെ വേണം അഴിക്കാൻ. അത് പ്രത്യേകം നിങ്ങൾ ഓർക്കുക കേട്ടോ. അപ്പം ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഒരുപാട് ഉപകാരപ്രദമായ വീഡിയോകളുമായി ഇനി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നുണ്ട്.